സോ കറന്റ് ഞാനുള്ളത് നമ്മുടെ MR വെറ്റിനറി കോളേജിലാണ്. MR വെറ്റിനറി കോളേജിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് ടോട്ടലായിട്ട് നമുക്ക് 6 സ്റ്റുഡൻസ് ആണ് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 6 പേരോടൊപ്പമാണ് എന്നുള്ളത്. പിള്ളേരെ കാണാനായിട്ടൊന്ന് ഈവനിങ് ആണ് വന്നത്. ബിക്കോസ് വേറൊന്നുമല്ല, നേരത്തെ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ ടൈമൊക്കെ ആണെങ്കിൽ പിള്ളേരെ കാണാൻ പറ്റില്ല. അങ്ങനെ നേരെ അവരെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചെറിയാനായിട്ട് അവരുടെ കോളേജിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ എബ്രഹാം ഉണ്ട്. എബ്രഹാമിന്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്താണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാരായണൻ ഉണ്ട്. സൂര്യനാരായണന്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ്. അപർണയുണ്ട്. അപർണയുടെ സ്ഥലവും വരുന്നത് കൊല്ലത്താണ്. പക്ഷെ അപർണയുടെ പാരന്റ്സ് ഫാദർ ഓൾറെഡി സെറ്റിൽ ആയിരിക്കുന്ന ഡൽഹിയിലാണ്. അറൗണ്ട് ഒരു 10-20 വർഷമായിട്ട് എന്നാണ് അപർണയുടെ ഫാദർ ഡൽഹിയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. പിന്നെ അപർണയുടെ സിസ്റ്ററിന്റെ അഡ്മിഷന് ഞാനാണ് ചെയ്തേക്കുന്നത്. അപർണയുടെ സിസ്റ്റർ ഇപ്പം ജോർജിയയിൽ ബത്തൂമിലാണ് പഠിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി ഉണ്ട്. ജ്യോതിയുടെ സ്ഥലം ട്രിവാൻഡ്രാണ് വരുന്നത്. ദെൻ ആദിത്യന്റെ പ്ലേസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്താണ് വരുന്നത്. സെയിം ഇവിടെ 2 ആദിത്യനുണ്ട്. ഒരാദിത്യൻ അങ്ങേറ്റത്തിന് പോണ്ട്, ഒരാദിത്യൻ ഇങ്ങേറ്റത്തിന് പോണ്ട്. ആദിത്യൻ ഡി സോമേഷും ഡി ആദിത്യനും അല്ലേ. സോ ആദിത്യന്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത്തവണ കേരളത്തിൽ നിന്ന് ടോട്ടലായിട്ടുള്ള നമ്മുടെ MRലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ അബ്രാമിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് കോളേജിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. സോ എങ്ങനെയുണ്ട് ഓവറോൾ കോളേജ് എങ്ങനെയുണ്ട്? ഓക്കെയാണ്. കമ്പാരിറ്റീവ്ലി ബാക്കി കോളേജിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എങ്ങനെയുണ്ട് ടീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ലാംഗ്വേജിന്റെ ഇഷ്യൂ, ഹിന്ദി ആർക്കും അങ്ങനെ അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് അത് അറിയാവുന്നുണ്ട്. സൗത്തിൽ നിന്ന് സ്റ്റുഡൻസ് കൂടുതലായതുകൊണ്ട് അവര് കൂടുതൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ടീച്ച് ചെയ്യുന്നത്. ടീച്ചിങ് സൈഡിൽ നിന്ന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നോർമലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ പ്രൈവറ്റ് കോളേജസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ക്വാളിഫൈഡ് അല്ലാത്ത ഫാക്കൽറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി പിന്നെ എന്താണ് ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ നോർമലി പഠിപ്പിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് ജസ്റ്റ് ഇപ്പോൾ വെറ്റിനറി കഴിഞ്ഞിട്ടുള്ള വളരെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പഠിപ്പിക്കാറുള്ളത്. അങ്ങനെയാണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്. ഇപ്പൊ നമ്മുടെ അനാട്ടമി മാം എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ചെയ്തത് മണ്ണൂത്തിയിലും PhD ചെയ്തുകൊണ്ടിരിക്കുന്ന മാമാണ്. അപ്പം മാസ്റ്റേഴ്സ് മണ്ണൂത്തി ചെയ്തതാണ്. മീൻസ് കേരളത്തിൽ മാസ്റ്റേഴ്സ് ചെയ്ത മാമാണ്. അതേ കണക്ക് തന്നെ LPM സാർ ആണെങ്കിലും സാർ ഓൾമോസ്റ്റ് ഒരു 30-40 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. സോ ഈ മണ്ണുത്തിയിൽ PG അനാട്ടമി പഠിപ്പിക്കുന്ന ആൾ PG ചെയ്ത മണ്ണുത്തിയിലാന്ന് പറയുന്നത്. പിന്നെ ആളുടെ സ്ഥലം എവിടെയാണ്? ഹരിയാനക്കാരിയാണോ? പിന്നെ നോർത്ത് ഈസ്റ്റ് ആണ്. ദെൻ മേ ബി ഓൾ ഇന്ത്യ കോട്ട എഴുതിയിട്ട് അവിടെ PG ചെയ്തിട്ടുണ്ടായിരിക്കും. ഗ്രേറ്റ്. ഓക്കെ. അതൊരു പുതിയ അറിവാണ് കേട്ടോ. ഞാനിവിടെ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് എന്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു അറിവ് എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു. സോ നോർമലി ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഫാക്കൽറ്റി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഫാക്കൽറ്റീസുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഹിന്ദിയിൽ അവർക്കും ഹിന്ദി അത്ര ഓക്കെ അല്ല. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ. സോ നിങ്ങളുടെ ഹോസ്റ്റൽ ഇപ്പൊ വരുന്നത് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ആണോ പുതിയ ബിൽഡിംഗിലാണോ? പുതിയ ബിൽഡിംഗിലാണ് നിങ്ങളുടെ ഹോസ്റ്റൽ ഉള്ളത്. സോ അപ്പം ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നത് അവിടെയാണ് വരുന്നത്. സോ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മീൻസ് അഡ്ജസ്റ്റബിൾ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. അഡ്ജസ്റ്റബിൾ എന്നൊന്നും പറയുന്നത് ഓക്കെയാണ്, നല്ലപോലെ ഓക്കെയാണ്. എനിഹൗ ഫുഡിന്റെ കാര്യത്തിൽ നോർമലി പിന്നെ എന്താണ്, നമുക്ക് ഈ കേരളത്തിലുള്ള ഫുഡ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് വലിയ റൈസും മീൻകറി ഇങ്ങനെയുള്ള സാധനങ്ങൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ കിട്ടുന്ന മംഗലാപുരത്ത് മാത്രം, വേറെ എങ്ങും സാധനം കിട്ടത്തില്ല. ഫുഡിന്റെ കാര്യത്തിൽ എന്തായാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ബാക്കി പ്രൈവറ്റ് കോളേജസ് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണെങ്കിലും തരുന്നതിന് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സപ്പോസ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് റെക്ടിഫൈ തരുന്നുണ്ട്. ഓക്കെ. സോ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പൊ കോളേജിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ആയിരിക്കും ഇവിടെ വന്ന് എത്തിക്കഴിയുമ്പോൾ എന്ന് അറിയില്ല. ബട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഫൈൻ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ. സോ സൂര്യനാരായണ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ബാക്കിയുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആണ് ചോദിക്കേണ്ടത്. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ്. തന്നെ നമുക്കിവിടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ക്രിക്കറ്റ് കുറവാന്ന് തോന്നുന്നില്ല. ലാസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലേ? ഓക്കെ. ബാസ്കറ്റ്ബോളിന് ബാഡ്മിന്റന് അകത്താണ്. ഓക്കെ. ബാഡ്മിന്റണും ഷട്ടിൽ കളിക്കാനൊക്കെ അകത്ത് സ്പേസ് ഉണ്ട്. പിന്നെ നോർമലി എനിക്ക് തോന്നുന്നു നോർത്തിലെ കോളേജസിലൊക്കെ ടേബിൾ ടെന്നീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ? ടേബിൾ ടെന്നീസ് ഇല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പം ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ഒക്കെയാണ്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ എനിക്ക് നോർമലി ഗേൾസിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ദ സേഫ്റ്റി ആണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് എസ്പെഷ്യലി കേരളത്തിൽ പഠിക്കാൻ വിട്ടാൽ പോലും ഇപ്പൊ ഗേൾസിന്റെ കാര്യത്തിൽ പാരന്റ്സ് ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്ന റീസൺ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മെയിൻ കൺസേൺ ആണ്. ഫെസിലിറ്റി ഫസ്റ്റ് കൺസേൺ ആണ്, എന്നാൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ് അല്ലേ? സോ എങ്ങനെയുണ്ട് ഇവിടുത്തെ സേഫ്റ്റി, ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുമോ?
ഇവിടെ സേഫ്റ്റി സംബന്ധിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹോസ്റ്റൽ ഫുൾ ടൈം വാർഡനാണോ? വാർഡനുണ്ട്. ഫുൾ ടൈം വാർഡൻ അവൈലബിൾ ആണ്. ഇവിടുത്തെ ടീച്ചറാ. ടീച്ചിങ് ഫാക്കൽറ്റി തന്നെയാണ് വാർഡൻ ആയിട്ടുള്ളത്. ടീച്ചിങ് ഫാക്കൽറ്റി തന്നെ. അപ്പൊ എപ്പോഴും ഇവിടെ കാണും. ഓക്കെ, മനസ്സിലായി. അത് നല്ലൊരു കാര്യം. നിയറസ്റ്റ് ആയിട്ടാണല്ലോ. സോ സപ്പോസ് ഇപ്പം അങ്ങനെ ഇപ്പൊ ടീച്ചിങ് ഫാക്കൽറ്റി ഉള്ളത് കൊണ്ടേ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഹോസ്റ്റലിൽ വെച്ച് ചോദിച്ചാൽ പറഞ്ഞു തരാറുണ്ടോ? അങ്ങനെ ഉണ്ട്, പറഞ്ഞു തരാറുണ്ട്. എപ്പോഴായാലും പോയാൽ മതി. കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനകത്തൊന്നും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? നല്ലൊരു കാര്യമാണല്ലോ. അപ്പം നിങ്ങൾക്ക് ബോയ്സിന് ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടോ? മീൻസ് ടീച്ചിങ് ഫാക്കൽറ്റി ആണോ നോൺ ടീച്ചിങ് ആണോ? ടീച്ചിങ് ഫാക്കൽറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊരു നല്ലൊരു പരിപാടിയാണല്ലോ. ഓക്കെ. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഇവരുടെ ഫാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാം വളരെ നിയർ ആയിട്ട് അവർക്ക് ഒരു ഫാം ഉണ്ടല്ലോ, അകത്തുണ്ട്. സോ ഇവരുടെ ഫാമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ എന്തെങ്കിലും വിസിറ്റോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടോ നിങ്ങൾക്ക് പോകുന്നതിന്? പോവാം, വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ മീൻസ് നോർമലി ഫസ്റ്റ് ഇയറിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണല്ലോ ഉള്ളത്, ക്ലിനിക്കൽ സബ്ജക്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം പല സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടാണ് എന്താണ് ഈ ഒരു നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആയതുകൊണ്ട് എന്താണ് ഫസ്റ്റ് ഇയർ ഇവർക്ക് എന്താണ് ഈ പിന്നെ പ്രാക്ടിക്കൽസ് കിട്ടുമോ അല്ലെങ്കിൽ ജസ്റ്റ് പോയി ഈവൻ കണ്ടുകൊണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ.